ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. 2 ശമൂവേൽ 19-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. 18-ാം അധ്യായത്തിൽ ദാവീദിൻ്റെ മകൻ അബ്ശലോമിൻ്റെ മരണം നമ്മൾ കണ്ടു. ഇനി ദാവീദ് യെരുശലേമിലേക്ക് മടങ്ങുന്നതാണ് 19-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇവിടെ ദാവീദ് അബ്ശലോമിനെ ഓർത്ത് വിലപിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എൻ്റെ മകൻ അബ്ശലോമേ, എൻ്റെ മകൻ അബ്ശലോമേ. തന്നെ വധിക്കാൻ നടന്നതായ മകൻ മരിച്ചതിൽ ദാവീദ് ഇവിടെ വിലപിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ മുഖ്യ സൈന്യാധിപനായിരുന്ന യോവാബ്, അബ്ശലോമിനെ വധിച്ചവനായ യോവാബ് ദാവീദിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നു, നീ കാണിക്കുന്നത് എന്താണ്? നിന്റെ ശത്രുവായിരുന്ന നിന്നെ കൊല്ലാൻ നടന്ന മകൻ മരിച്ചതിൽ നീ ഇപ്പോൾ സന്തോഷിക്കേണ്ടവനല്ലേ? അപ്പോൾ നിന്റെ ജീവനും നിന്റെ കുടുംബത്തിൻ്റെ ജീവനും രക്ഷിക്കാൻ യുദ്ധം ചെയ്ത, നിന്നോട് ചേർന്ന് പ്രവർത്തിച്ച ഞങ്ങളൊക്കെ വെറും മഠയന്മാരാണ്. നിന്റെ ജനത്തെ മുഴുവൻ നീ വിഡ്ഢികളാക്കുകയല്ലേ? അവരുടെ ശത്രുവായിരുന്ന അബ്ശലോമിനെ ഓർത്ത് നീ കരയുകയും വിലപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് സ്വാഭാവികമായി മനുഷ്യനുണ്ടാകാവുന്ന ഒരു ചിന്തയാണല്ലോ. പക്ഷെ നമ്മളത് മനസ്സിലാക്കണം, ദാവീദിൽ നമ്മളിവിടെ കാണുന്നത് വാസ്തവത്തിൽ യേശുവിൻ്റെ ഒരു നിഴലായി ദാവീദിനെ ഇവിടെ കാണാം. തന്നെ വധിക്കാൻ ശ്രമിച്ചവനാണെങ്കിലും തൻ്റെ മകനെ ഓർത്ത് ദാവീദ് ഇവിടെ വിലപിക്കുമ്പോൾ നമ്മുടെ കർത്താവും തന്നെ ക്രൂശിച്ചവരെ ഓർത്ത് പ്രാർത്ഥിച്ച സംഭവം നമ്മൾ ഓർക്കേണ്ടതാണ്. അങ്ങനെ എന്നപ്പോൾ യോവാബ് ദാവീദിനോട് ഇവിടെ പറയുന്നുണ്ട്, നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിൻ്റെ കൂടെ നിൽക്കുന്ന ജനം പോലും നിന്നെ വിട്ടുപോകും. പിന്നെ ആരും നിനക്കില്ലാത്തൊരവസ്ഥ നിനക്കുണ്ടാകും എന്ന് പറഞ്ഞ് ദാവീദിനെ പ്രോത്സാഹിപ്പിച്ച് എഴുന്നേൽപ്പിച്ച് വീണ്ടും നഗരവാതിൽക്കൽ രാജാവിനെ പോലെ ഇരിക്കത്തക്കവണ്ണമുള്ള ക്രമീകരണം അവിടെ ചെയ്യുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. 9 മുതലുള്ള വാക്യം നമ്മൾ വായിക്കുന്നത്, ഇസ്രായേലിലെ ജനം മുഴുവൻ അബ്ശലോമിനെ അംഗീകരിച്ച രാജാവായി സ്വീകരിച്ച് ദാവീദിനെ വെറുത്ത ജനമൊക്കെ ഇപ്പോൾ പറയുന്നു, നമ്മെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിച്ച, ഫെലിസ്ത്യരിൽ നിന്ന് രക്ഷിച്ച രാജാവല്ലേ ഇവൻ ദാവീദ്. അബ്ശലോം നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. അതുകൊണ്ട് ദാവീദിനെ വീണ്ടും നമുക്ക് സ്വീകരിക്കാം. അവർ അന്ന് പുരോഹിതന്മാരായ സാദേക്കിനോടും അബിയാഥാറിനോടും ഈ സന്ദേശം അയച്ച് പറയുന്നു, ദാവീദ് മടങ്ങി വരണം. അങ്ങനെ ദാവീദിനെ സ്വീകരിക്കാൻ വേണ്ടി ഇവർ യോർദാൻ നദിയുടെ തീരത്ത് ചെന്ന് ദാവീദിനെ ആഘോഷമായി സ്വീകരിച്ചുകൊണ്ട് വരാനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്ക് ഇതിൽ നിന്നൊരു പാഠം നമുക്ക് ഉൾക്കൊള്ളാം. നമ്മുടെ ഭാഗത്ത് നന്മയുണ്ടെങ്കിൽ, നമ്മുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ, തെറ്റിദ്ധരിക്കപ്പെട്ട് നമ്മെ വെറുക്കുന്നവർ ഒരു നാൾ അവരുടെ തെറ്റ് മനസ്സിലാക്കി നമ്മെ അംഗീകരിക്കുകയും നമ്മെ സ്വീകരിക്കുകയും ചെയ്യും. അതാണ് ദാവീദിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുന്നത്. അബ്ശലോമിൻ്റെ വാക്കുകളിൽ ജനം തെറ്റിദ്ധരിച്ച് ദാവീദിനെ വെറുത്തിരുന്നു. എന്നാൽ അവരിന്ന് സത്യം ഇത് തിരിച്ചറിയുന്നു, ദാവീദാണ് യഥാർത്ഥത്തിൽ നമ്മെ സ്നേഹിച്ചിരുന്നവനെന്ന്. നമുക്കറിയാം, നമ്മുടെ കർത്താവിനെ ക്രൂശിച്ച ജനം അന്നത്തെ ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും പുരോഹിതന്മാരുടെയും പ്രേരണകൾക്ക് വിധേയമായിട്ടാണ് അവർ അതിന് കൂട്ടുനിന്നത്. എന്നാൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം പെന്തിക്കോസ്ത് ദിവസം പത്രോസ്ലീഹ നടത്തിയ ഒരൊറ്റ പ്രസംഗം 3000 പേരാണെന്ന് ക്രിസ്തുവിൽ വിശ്വസിച്ച് ആദ്യ സഭ രൂപീകരിക്കപ്പെടുന്നത്
അവരെല്ലാവരും യേശുവിനെ ദൈവമായി അവിടെ അംഗീകരിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിലും ഇതുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ ഇത് നമുക്ക് മാതൃകയാക്കാവുന്നതാണ്. 24 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ശൗലിൻ്റെ മകൻ യോനാഥാൻ ദാവീദിനെ ഏറെ സ്നേഹിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ മെബീബോശേത്ത് എന്ന് പറയുന്ന ഒരു മകനെ, മുടന്തനായിരുന്നല്ലോ ദാവീദ് ഇതിനു മുൻപ് താൻ രാജാവായതിനു ശേഷം അവനെ കണ്ടെത്തുകയും തൻ്റെ രാജകൊട്ടാരത്തിൽ കൊണ്ടുവന്ന് തന്നോടൊപ്പം മേശയ്ക്ക് അവനെ ഇരുത്തുകയും അവനെ സംരക്ഷിക്കുകയും ചെയ്ത കാര്യം നമ്മൾ വായിച്ചിട്ടുണ്ട്. അവൻ വന്ന് ദാവീദിനെ കാണുന്നു. നമ്മളിവിടെ വായിക്കുന്ന ദാവീദ് ഓടിപ്പോയതിന് ശേഷം അവൻ കുളിച്ചിട്ടില്ല, വസ്ത്രം അവൻ കഴുകിയിട്ടില്ല, അവൻ്റെ താടി അവൻ വടിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ അത് വിലാപത്തിൻ്റെ സൂചനയായ കാലങ്ങൾ ചെയ്തിരുന്ന രീതിയാണ്. അപ്പോൾ ദാവീദ് ചോദിച്ചു, നീ പിന്നെ എന്താണ് എൻ്റെ കൂടെ നീ പോരാഞ്ഞത്? അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ കൂടെ നിന്ന ദാസൻ എനിക്ക് കഴുതപ്പുറത്ത് കയറാൻ ജീനിട്ട് അവൻ ഇത് തന്നില്ല. അവൻ എന്നെ ചതിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, ഞാൻ നിന്നെ വെറുക്കുന്നുവെന്ന് നിൻ്റെ അടുത്ത് വന്ന് ദൂഷ്യം പറയുകയും ചെയ്തു. അതുകൊണ്ടാണ് എനിക്ക് വരാൻ സാധിക്കാതെ പോയത്. നിന്നെ ഓർത്ത് ഞാൻ കരഞ്ഞും വിലപിച്ചും ഇവിടെ ഇരിക്കുകയായിരുന്നു. ദാവീദ് അവനെ സ്നേഹിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം 31 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഗിലിയാദുകാരനായ ബർസില്ലൈ എന്നൊരു മനുഷ്യൻ ദാവീദിനോട് യാത്ര പറയുന്ന, അവന് 80 വയസ്സ് പ്രായമുള്ളവനാണ്. ധനികനായിരുന്നു. ദാവീദ് ഒളിവിൽ കഴിഞ്ഞ സമയത്തൊക്കെയും ദാവീദിന് ഭക്ഷണം കൊടുത്തിരുന്നത് ഈ മനുഷ്യനാണ്. ദാവീദ് പോകുമ്പോൾ ദാവീദ് വീണ്ടും അവനെ കൂടെ ക്ഷണിക്കുന്നവൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല, ഞാൻ വൃദ്ധനാണ്, 80 വയസ്സ് കഴിഞ്ഞു, എൻ്റെ കണ്ണിൻ്റെ കാഴ്ച മങ്ങി, നാവിൻ്റെ രുചിയൊക്കെ പോയി, ഇനി ഞാൻ വരുന്നില്ല. എൻ്റെ മകൻ കിങ്ഹാമിനെ നിനക്ക് സാധിക്കുമെങ്കിൽ നീ കൊണ്ടുപോയി നിൻ്റെ ഇഷ്ടം പോലെ നീ അവനെ കരുതിക്കൊള്ളുക എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞയക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ദാവീദ് ആ ഒളിവിലായിരുന്ന സമയത്ത് അവനെ സംരക്ഷിക്കുവാൻ തക്കവണ്ണം അവനെ സ്നേഹിച്ച ഈ പറഞ്ഞ ബർസില്ലയെ ദാവീദ് ചുംബിച്ച് അനുഗ്രഹിക്കുന്നതായി നമ്മളിവിടെ വായിക്കുന്നുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് സംരക്ഷകനായിരിക്കുന്നവരെ നമുക്കൊരിക്കലും മറക്കാനാവില്ല. ദാവീദ് പ്രത്യേകമായി ഓർക്കുകയാണ്. രാമൻ പറഞ്ഞു, ഞാൻ രാജാവിൻ്റെ കൂടെ വന്നാൽ ഞാൻ അങ്ങേക്കൊരു ഭാരമായിരിക്കും, ഞാൻ വാർദ്ധക്യത്തിലായിരിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ പിതാക്കന്മാരോട് ചേരുവാൻ തക്കവണ്ണം എന്നെ ഇവിടെ അനുവദിച്ചാൽ മതി. പ്രിയമുള്ളവരെ, ദാവീദിൻ്റെ ഒരു പ്രത്യേകത നമ്മളിവിടെ കാണുന്നുണ്ട്. ദാവീദ് ഒരിക്കലും രാജ്യത്വം സ്വയം ഏറ്റെടുക്കുകയില്ല. സൗൽ രാജാവ് മരിച്ച ഉടനെ വേണമെങ്കിൽ ദാവീദിന് വന്ന രാജ്യം പിടിച്ചടക്കാമായിരുന്നു. തൻ്റെ മകനും ശത്രുവായിരുന്ന അബ്സലോമിന് ശേഷം ദാവീദിന് രാജാവായിട്ടിങ്ങ് മടങ്ങി വരാം. പക്ഷേ ദാവീദ് വന്നില്ല. ദൈവം പറയുന്നത് വരെയും അദ്ദേഹം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ജനം അംഗീകരിക്കുന്നതുവരെയും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അതാണ് ഒരു ദൈവപുരുഷൻ്റെ പ്രത്യേകത. അവൻ അധികാരത്തിനു വേണ്ടി ജീവിക്കുന്നവനല്ല. അവൻ അതിനേക്കാൾ ഉപരിയായി ദൈവഹിതത്തിനു വേണ്ടി ദൈവഹിതത്തെ അവൻ മാനിക്കുന്നവനാണ്. നമ്മുടെ ജീവിതത്തിലും ദൈവം നമുക്ക് തരുന്നതായ സമയം വരെയും ക്ഷമയോടും അല്ലെങ്കിൽ പ്രാർത്ഥനയോടും കൂടെ വെയിറ്റ് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതാണ് നമുക്ക് ജീവിതത്തിൽ എപ്പോഴും അനുഗ്രഹമായിരിക്കുക. അപ്രകാരം ദാവീദിനെ പോലെ ഒരു ദൈവികമായ സമർപ്പണത്തിന് നമുക്ക് ഇടയാകണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിച്ചെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. കാത്തിരിപ്പിൻ്റെ ഈ ദിവസത്തിൽ പെന്തിക്കോസ്തോട് നമ്മൾ അടുത്തു വരുന്നതായ ഈ ദിവസങ്ങളിൽ ദൈവമേ, ഞങ്ങൾ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, അവിടുത്തെ ആലോചന പ്രകാരം മാത്രം ഭൂമിയിൽ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും ഇടയാകണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.